നമസ്കാരം. റഫായുടെ കിഴക്കൻ ഭാഗത്ത് ഇസ്രായേൽ സൈന്യം എല്ലാ തരം ആയുധങ്ങളും വിന്യസിച്ച് ഔദ്യോഗികമായി റഫ അതിർത്തി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. റഫ സിറ്റിക്ക് പടിഞ്ഞാറുള്ള അൽദർബി കുടുംബത്തിന്റെ വീടിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ടാങ്കുകളുടെ സാന്നിധ്യം കാരണം ഗാസയുടെ പ്രധാന സഹായ ലൈഫ് ലൈൻ ആയ ക്രോസിംഗ് പലസ്തീൻ ഭാഗത്ത് അടച്ചിടാൻ നിർബന്ധിതരായിട്ടുണ്ട് എന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യമൻ നഗരമായ ഏദനിൽ നിന്നും 150 കിലോമീറ്റർ തെക്ക് സഞ്ചരിച്ച ഒരു വ്യാപാര കപ്പലിന് സമീപം മറ്റ് 2 സ്ഫോടനങ്ങൾ നടന്നതായി UK-യുടെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസിയും പറയുന്നുണ്ട്. അതിർത്തി പിടിച്ചെടുത്തതോടുകൂടി ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി കടന്ന് ഗാസയിലേക്കുള്ള സഹായ പ്രവാഹം നിർത്തിയിട്ടുമുണ്ട്. ഇതോടുകൂടി നിർണായകമായ സാധനങ്ങൾ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളുടെ കയറ്റുമതിയും മറ്റും ഈ പ്രദേശത്ത് നിലച്ചിരിക്കുകയാണ്. അടുത്തിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നും അവസാന അഭയകേന്ദ്രമായിരുന്ന റഫായിൽ ഇസ്രായേൽ ഒരു കര ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കരയുദ്ധം നടത്തുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാനുഷിക ദുരന്തത്തെ പറ്റി UN ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള പോരാട്ടത്തിന് ഇസ്രായേൽ സജ്ജമായിരിക്കുന്നത്. അതവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.